ഹലോ, ഈ വീഡിയോ എൻ്റെ 4300 സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ് ഫേസ് റിവീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് പോകുന്നത് എവിടെയാണെന്നുള്ളത് ആദ്യത്തെ കുറച്ച് പോർഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ നമ്മളിതാ ഈ ഒരു ട്രാവലറൊക്കെ അറേഞ്ച് ചെയ്താണ് പോയത്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ലാസ്റ്റ് പറയാവുന്നതാണ്. നമ്മൾ നല്ല എൻജോയ് ചെയ്താണ് പോയത്. എൻ്റെ ഫാമിലിയും എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു. നല്ല റോഡായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോകും വഴി ഈ ഒരു ലോട്ടി ചോക്കോപ്പേ കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തമിഴ്നാട് എത്തിയിട്ടാണ് കഴിച്ചത്. ഹോട്ടൽ അൽ ഹസി എന്ന് പറയുന്നൊരു സ്ഥലത്തു നിന്നാണ് കഴിച്ചത്. സത്യം പറയല്ല, ഇവിടുത്തെ ഫുഡും എക്സ്പീരിയൻസും ആ ഒരു ഇതും ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഇവിടുത്തെ മസാല ദോശയ്ക്ക് അകത്ത് വെക്കുന്നത് ആ ഒരു പൊട്ടറ്റോ പകുതി മുറിച്ചിട്ടാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഉള്ളിക്കറിയിൽ പൊട്ടറ്റോ ഇട്ട മാതിരിയായിരുന്നു. പിന്നെ ഇവിടുത്തെ കോഫി നമ്മൾ ആരും വിത്തൗട്ട് അല്ല പറഞ്ഞത്, പക്ഷേ ഇവർ പഞ്ചസാര ഇട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ ഇതിൽ കാണിക്കുന്ന പോലെ രണ്ടാമത് പഞ്ചസാര ഇട്ടാണ് കൊണ്ടുതന്നത്. ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പത്മനാഭപുരം പാലസിലോട്ടാണ് പോയത്. ഇതറിയാത്ത മലയാളികളുണ്ടോ? ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കയറും വരെയും എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങനെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടൂല എന്നാണ്. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ആ മൂവി ശരിക്കും കണ്ടൊരു ഫീലായിരുന്നു. എല്ലാ സ്ഥലങ്ങളും അതുപോലെ നമുക്ക് തോന്നും, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറൊരു ഷോർട്സ് ആയിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് കന്യാകുമാരിയിലേക്കായിരുന്നു. അവിടെ ചെന്ന ഉടനെ നമ്മൾ ഈ ഒരു ക്യൂ കണ്ട് അന്തം വിട്ടുപോയി, കാരണം അത്രയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മളും ആ ഒരു ക്യൂവിൽ നിന്ന് 1 മണിക്കൂറിന് ശേഷം ഈ ബോട്ടിൽ കയറി നമ്മൾ അക്കരെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കിങ്ങനെയുള്ള ട്രാവലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളിതിനകത്തൂടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രതിമയൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൽ നമ്മൾ ഇറങ്ങി ഇതൊക്കെ ഊരിയിട്ടിട്ട് നമ്മൾ നല്ല പോലെ നല്ല വെയിലായിരുന്നു. അങ്ങനെ നടന്ന് നമ്മളത് ആ ഒരു സ്ഥലത്തെത്തി. കണ്ടിട്ടും കൊതി തീരുന്നില്ല, കാരണം അത്രയ്ക്ക് ആഗ്രഹിച്ച് വന്ന സ്ഥലമാണ്. ഈ നിൽക്കുന്നതാണ് എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ ഇതാണ് എൻ്റെ ആൻറ്റിയും മോളും. നമ്മൾ ഇവിടെ നിന്നെല്ലാം കണ്ടിറങ്ങിയിട്ട് തിരിച്ച് അക്കരെ പോവുകയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് നല്ലപോലെ നടന്നു. കാറ്റുള്ളതുകൊണ്ട് വെയിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നടന്നതിൻ്റെ ക്ഷീണത്തിന് ഈ ഒരു ക്യാവിൻസിൻ്റെ മിൽക്ക് ഷേക്ക് കുടിച്ചു. ഇവിടെ നിന്നാണ് മേടിച്ചത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോയത് ഈ ഒരു സംസമിലാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എനിക്കറിയില്ല, പക്ഷേ ഇതൊരു അടിപൊളി ഹോട്ടലായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. രാവിലത്തെ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഈ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോഴാണ് കേട്ടോ മാറിയത്. ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കനും ചിക്കൻ 65ഉം മട്ടനും പൊറോട്ടയും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച് അടിപൊളിയായിട്ട് നമ്മൾ കഴിച്ചു. ഈ ഒരു നൂഡിൽസിൻ്റെ ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ നൂഡിൽസും ചില്ലി ചിക്കനും ചിക്കൻ 65ഉം ഒക്കെ കൂട്ടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഈ ഒരു മുസാമ്പി ജ്യൂസും കൂടെ കുടിച്ചു. ബാക്കിയുള്ളവരൊക്കെ ഐസ്ക്രീമാണ് കഴിച്ചത്. പിന്നെ ഇവിടെ നിന്നിറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ബീച്ചിലാണ്. വലിയ വെയിലൊന്നും ഇല്ലായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. വെള്ളമൊക്കെ നല്ല ക്ലിയർ വെള്ളമായിരുന്നു. നമുക്ക് കാലൊക്കെ നല്ലപോലെ കാണാൻ പറ്റും വെള്ളത്തിൽ നിന്നാലും, അത്രയ്ക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. 2 മണിക്കൂറോളം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു, കാരണം ഇവിടെ ഒരു അടിപൊളി ഏരിയ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഈ ത്രിവേണി സംഗമമാണ്. ഇവിടെ 3 കടൽ ചേരുന്നതാണ്, അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഈ മാങ്ങ പൈനാപ്പിളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നേരെ ഷോപ്പിങ്ങിനോട്ട് പോയി. അപ്പോഴത്തേക്കും സമയമായിരുന്നു സൺസെറ്റിന്. അപ്പോൾ നമ്മൾ നേരെ സൺസെറ്റ് കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. പിന്നെ ആ ഒരു ട്രാവലറിൻ്റെ റേറ്റ് ആയത് 6000 രൂപയായിരുന്നു. ആ ഒരു റേറ്റിന് അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ പോയിട്ട് ഒരു ഡേ കൊണ്ട് തിരിച്ചു വന്നത്.